ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള രണ്ട് അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റുകളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രീൻ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. 5 സെൻറ്റിമീറ്റർ വീതിയും 14 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന് 1 സെൻറ്റിമീറ്റർ വീതിയിൽ 14 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഒരു സൈഡിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള 13 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓരോന്നും വെച്ച് തമ്മിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 5 പീസാണ് കേട്ടോ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ 4 പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ 3 പീസ്, പിന്നെ 2 പീസ്. ഈ രീതിയിലാണ് കേട്ടോ ഓരോ പീസിനെയും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ആ 5 എണ്ണം വരുന്ന പീസാണ് കേട്ടോ വരേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 4 എണ്ണം, പിന്നെ അങ്ങനെ മുകൾക്ക് പോകുന്തോറും സൈസ് കുറയുന്ന രീതിയിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് സെയിം സൈസിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് പോലെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ തന്നെ കട്ട് ചെയ്ത് അതിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനെയും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു ക്രിസ്മസ് ട്രീൻ്റെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലിറ്റർ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീയിൽ നമ്മൾ ക്രിസ്മസ് ബോളൊക്കെ ഹാങ് ചെയ്തിടൂലേ, അതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ക്രിസ്മസ് ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ക്രാഫ്റ്റ് കണ്ടാലോ. അപ്പോൾ അതും ഞാൻ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ്. ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 3 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 0.5 സെൻറ്റിമീറ്ററിൽ 6 പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ 0.5 സെൻറ്റിമീറ്ററിൽ 6 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 15 സെൻറ്റിമീറ്റർ നീളം 4.5 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെയും തന്നെ 0.5 സെൻറ്റിമീറ്ററിൽ 9 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 9 സ്ട്രിപ്പിൽ നിന്ന് 3 പീസിനെ നമ്മൾ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള 6 സ്ട്രിപ്പ് ഇതുപോലെ വെച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വലിയ പീസുകളും ചെറിയ പീസുകളും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ വലിയ പീസുകൾ തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓരോന്നിൻ്റെയും സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ 6 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഓരോ 2 പീസിൻ്റെയും സെൻറ്ററിലായിട്ട് ചെറിയ പീസുകൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതുപോലെ 6 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വലിയ സ്ട്രിപ്പുകൾ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ വലിയ പീസുകൾ അകത്തു കൂടെ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് തന്നെ ബോട്ടിൽ ആർട്ട്, ഗ്രീറ്റിംഗ് കാർഡുകൾ, ക്രിസ്മസ് ട്രീ ചെയ്തിട്ടുണ്ട്, പിന്നെ സാന്റാക്ലോസ് അപ്പൂപ്പനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ആ 3 പീസും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ആ ഒട്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലത്തെ പല കളറിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാങ് ചെയ്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ള 2 ക്രാഫ്റ്റ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.